മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 34:6, The book of Psalms chapter 34 verse 6. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തകന്റെ അനുഭവമാണ്. ആപത്തിൽപ്പെട്ടപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം അത് വ്യക്തമായി കേട്ട് മറുപടി കൊടുത്തു. ആപത്തുകാലത്ത് നാം പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും. ദൈവം ഓരോരുത്തരെയും പേരായിട്ട് അറിയുന്നു. എന്നെ വിശദമായും സമ്പൂർണമായും ദൈവം അറിയുന്നു എന്ന അറിവ് നമുക്കുണ്ടായില്ല. ധ്രുവപ്രദേശത്ത് കൂട്ടമായി ജീവിക്കുന്ന ഒരിനം പക്ഷികളുണ്ട്. മുട്ടയിടുന്ന കാലമാകുമ്പോൾ അവ കൂട്ടമായി വന്ന് മുട്ടകൾ ഇടുന്നു. തീറ്റയ്ക്കായി പറന്നു പോകുന്ന പക്ഷികൾ തെറ്റുപറ്റാതെ അതാതിന്റെ മുട്ടകളുടെ മേൽ വന്നടയിരിക്കും. ഈ ജീവികളെ സൃഷ്ടിച്ച് അവയുടെ കുഞ്ഞുങ്ങളെയും മുട്ടയെയും തെറ്റുകൂടാതെ തിരിച്ചറിയുവാനുള്ള കഴിവ് കൊടുത്ത ദൈവം തന്റെ ഭക്തരെ പേര് ചൊല്ലി അറിയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും മൃദുവായ നിലവിളി പോലും കേൾക്കുവാൻ ദൈവം തയ്യാറാണ്. കൂലിവേല ചെയ്ത് നിത്യവൃത്തി കഴിഞ്ഞു പോന്ന ഒരു ക്രിസ്ത്യാനി പട്ടണ അതിർത്തിയിൽ അപരിചിതരുടെ ഇടയിൽ ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു. മദ്യപാനിയായ അയൽക്കാരൻ എല്ലാ ദിവസവും രാത്രി വന്ന് അസഭ്യവാക്കുകൾ പറഞ്ഞ് അയാളെ വിഷമിപ്പിക്കും. വിവരം വൈദികനോട് പറഞ്ഞു. രണ്ടുപേരും ചേർന്ന് പ്രശ്നപരിഹാരത്തിനായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അറിഞ്ഞത് വ്യാജമദ്യമുണ്ടാക്കിയതിനും മോഷണത്തിനും അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന്. ചില ദിവസങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ അയാളുടെ താമസം മാറ്റി മറ്റെവിടെയോ പോയി. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരങ്ങളാണ്. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും തന്റെ ശ്രദ്ധയിൽ അതിപ്രധാനമാണ്. തന്റെ ഭക്തരുടെ ഞരക്കം പോലും ദൈവം വ്യക്തമായും കേൾക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.